ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് ഒരു ഫുട്ബോൾ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ലീഗും സംഭവമാണ്. അപ്പോൾ നാട്ടിൽ നമ്മൾ ഈ വ്ളോഗിൻ്റെ ഉദ്ദേശം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പ്രമുഖന്മാരെ ഞാൻ കാണിക്കാം എന്നൊരു ഉദ്ദേശവും, അതേപോലെ തന്നെ ഇപ്പോൾ ഏകദേശം കളി തുടങ്ങിയിട്ട് ഇതായി ഉദ്ഘാടന പരിപാടിക്ക് കഴിഞ്ഞു. ഇത് ഫൈനലാണ്. നമ്മുടെ ടീം പിന്നെ നേരത്തെ തന്നെ തോറ്റു. ഏകദേശം ഇവിടെ ഉള്ളത് 6 ടീമാണ്. 6 ടീമിൽ ഇന്ന് 2 ടീം ഫൈനലെത്തുള്ളൂ. വരാം, ഇത് ഞാൻ ഒരു ടീമിനെ പരിചയപ്പെടുത്തി തരാം. ഇത് GDFന്റെ തോറ്റ ടീം അല്ലേ? എങ്ങനെ നിങ്ങൾ തോറ്റേ? ഇവൻ കാരണം സദർസ്ഥാനം കടിട്ടിയത്. അതെ, പിന്നെ പറഞ്ഞുതരാം. നിങ്ങൾ ഫൈനലില്. ഓക്കെ, ഇത് ജാസിന്റെ ടീം. ഫൈനൽ ടീമിന്റെ പേരെന്താ? റെട്രോ ബോയ്സ്. ഓക്കെ, നിങ്ങൾക്ക് ഫൈനൽ ഇറങ്ങുമ്പോൾ എന്ത് തോന്നുന്നു? എന്താ അഭിമാനം തോന്നുന്നു. നിങ്ങൾ സങ്കല്പിച്ചു നിങ്ങൾ ഫൈനലിൽ എത്തുന്നത്? എപ്പോഴോ സങ്കല്പിച്ചു. ഓക്കെ, കോൺഫിഡൻസ് ഇല്ലേ? ജയിക്കൂലേ? 100. അപ്പൊ ഓക്കെ, ജാസിന്റെ ടീം വളരെ കോൺഫിഡൻസിലാണ് നിൽക്കുന്നത്. ഷാജിൽ സംസാരിക്കണോ? തോറ്റ ടീം. അപ്പോ ഇതാ ഇപ്പൊ ജാസിന്റെ ടീമിന്റെ മാനേജർ ഷാഹിദാണ് നമ്മളോടൊപ്പം ചേരുന്നത്. മാനേജർ പറയൂ, എന്ത് തോന്നുന്നു? ടീം വളരെ സന്തോഷത്തിലാണ്. ഈ മൊത്തത്തിൽ ടൂർണമെന്റ് എങ്ങനെയുണ്ട്? ടൂർണമെന്റ് അടിപൊളിയാണ്. ഞങ്ങളെ നാട്ടിലത്തെ നല്ലൊരു സമിതി സംഘടിപ്പിച്ച, അതായത് യുവാക്കളും പ്രായം കുറഞ്ഞവരൊക്കെ പാടി പങ്കെടുക്കുന്ന ഒരു ഇതാണ്. ഇവന്റെ പാർട്ട്ണർ മാനേജറിലേക്ക് വരാം. ഷിബിലി, നിങ്ങൾ ടീം ഇപ്പോൾ ഫൈനലിലെത്തി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞങ്ങൾ ഫൈനലിലെത്തി. യെസ്, എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. നിങ്ങൾ ഭയങ്കര കോൺഫിഡൻസ് ആണ്. കാരണം ഇവരെ എന്ന് വെച്ചാൽ എല്ലാ ടീമിലും മാനേജർമാർ പറഞ്ഞ പ്രായമുള്ളവരെ ഇവള് ചെറുപ്പക്കാരായ 2 ആൾക്കാരാണ്. അതെ, പല തന്താര മുമ്പിലും ഞങ്ങൾ പിടിച്ചു നിന്ന് ഞങ്ങൾ ഫൈനലിലെത്തി. കാരണം ഇവരെ പ്രായത്തിലുള്ള ആൾക്കാരാണ് കളിക്കുന്നത്, പക്ഷെ ഇവർക്ക് കളിക്കാൻ വയ്യ. മാനേജർ നമ്മളെ യൂത്തിനായി ഞങ്ങളാണ് മാനേജേഴ്സ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ടീമും യൂത്താണ്, ഞങ്ങൾ പയ്യന്മാർ യൂത്താണ്, ഞങ്ങൾ ടീമും യൂത്താണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനി റഫറിമാരിലേക്ക് വരാം. റഫറി നമ്മുടെ ഈ ഇതിലെ ഏറ്റവും സൂപ്പർ റഫറി നമ്മുടെ സഹനാട്ടുകാരനായ റഫ്നാസിലേക്ക് തന്നെ ആദ്യം വരാം. റഫ്നാസിന്റെ ഒരു ക്ലിപ്പ് ഞാൻ ഇതിൽ ഇടുന്നുണ്ട്. ഫസ്റ്റത്തെ മറ്റേ തൂവല് പിടിച്ചിട്ടല്ലേ, ചെടി പിടിച്ചു. എന്ത് തോന്നുന്നു? കളി നിരീക്ഷിച്ചപ്പോ എന്ത് തോന്നുന്നു? കളി നിരീക്ഷിച്ചപ്പോ പൈസ ടീമില് വണ്ടിക്കൂലി വരെ കിട്ടണോ? അപ്പൊ 500 രൂപയും നെയ്ച്ചോറ്. 500 നമുക്ക് എത്ര? 1000 എത്ര ശതം പറഞ്ഞു? ഒരാൾക്ക് 1000 വെച്ചിട്ട് ഇവിടെ വന്നവർക്ക് വാപ്പടിക്കാർ കളി വെച്ചിരുന്നത് പൈസ കൊടുത്ത് ചരിത്രമില്ല. കിട്ടിയ ആളെ ഭാഗ്യം. റഫറിമാരെന്തിൽ നിങ്ങൾക്ക് എന്ത് ഇത് ടീം പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ഞങ്ങളൊക്കെ പറഞ്ഞാൽ ഇത് പ്രായ ആൾക്കാരാണ്. ടൂർണമെന്റോട് കൂടിയിട്ട് ഞാനെന്താ വെച്ചാലേ, ഞാൻ 3 കൊല്ലായി പന്ത് തൊട്ടിട്ട്. അല്ലേ എന്റെ പ്രൈം ടൈം എങ്ങനെ പറഞ്ഞെടുത്താ? എന്റെ പ്രൈം ടൈം അന്ന് ഞാൻ കളിക്കാണ്ടായിരുന്നു ഗ്രൗണ്ടില്. അന്ന് എനിക്കൊരു നല്ല കാലം ഉണ്ടായിരുന്നു. ഇജ് വെച്ചൊരു ഞാൻ ഗോളടിക്കും, ഇജ് വെച്ചൊരു ഞാൻ ഗോളടിക്കും. എല്ലാരും വെക്കല്ലേ. അപ്പോ അങ്ങനെയായിരുന്നു. അപ്പൊ കളി പറഞ്ഞ കുഴപ്പമില്ല, ചെക്കന്മാര് കളിക്കണ്ടേ. ഞങ്ങള് പ്രായ ആൾക്കാരും കേറുന്ന കളി നന്നായി. നല്ലൊരു തീരുമാനമാണ്. അപ്പൊ ഇത് ശരത്ത് നമ്മളെ കൊട്ടാരത്തിൽ നിന്നും റഫറി നിൽക്കാൻ. ശരത്ത് നല്ല കളിക്കും, നല്ല ഓടും, ചാടും. റഫ്നാസും അങ്ങനെ തന്നെയായിരുന്നു. നീളങ്കടത്തുനിന്ന് ഏത് വിങ്ങിലും ഇറക്കി ഗോടിച്ച് നടപ്പോ ചാടി കഴിഞ്ഞു. ഇപ്പൊ കളിയുണ്ട്, ഏതൊന്ന് പിന്നെ പറഞ്ഞുതരാം. അതിന് പ്രത്യേകം മനസ്സിലുണ്ട്. അപ്പൊ ഓക്കെ, അപ്പോ അങ്ങനെ ഇനി നമുക്ക് നമ്മുടെ നാട്ടിലെ പ്രായമുള്ള ആൾക്കാരിലേക്ക് വരാം. ഇതാണ് നമ്മുടെ ക്ലബിന്റെ പ്രസിഡന്റ് തൗഫീഖ്. GDF സാംസ്കാരിക സമിതി നടക്കുന്ന ഈ കളിയെ പറ്റി പ്രസിഡന്റ് എന്ന നിലക്ക് തൗഫീഖിന് എന്താണ് പറയുന്നത്? എന്താ പറഞ്ഞ നമ്മളെ കളിക്കാരൊക്കെ അടിപൊളിയല്ലേ, അടിപൊളി ടീമുകൾ. അതെ, തൗഫീഖ് ഒരു ടീമിന്റെ മാനേജറാണ്. ജയിച്ച ടീം, പ്രസിഡന്റ് ടീം ഫൈനലിലാണ്. അപ്പോ എങ്ങനെ ഫൈനൽ ജയിക്കൂലേ? കോൺഫിഡൻസ് ഇല്ലേ? അപ്പെടുക്കും, കോൺഫിഡൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് പറയൂ. ഞങ്ങളുടെ ടീം സെമിയില് വളരെ ഉജ്ജ്വലമായ കളി കളിച്ചിട്ട് പെനാൽറ്റി തോറ്റു. നിർഭാഗ്യവശാൽ പെനാൽറ്റി തോറ്റ നിർഭാഗ്യവശാൽ. എന്നിട്ട് എന്ത് പോവാണ്ടിരിക്കണേ? ഞങ്ങൾ ഫൈനൽ കാണട്ടെ. ഫൈനൽ കാണാനും പിന്നെ ബിരിയാണി ഉണ്ട്. കുഞ്ഞാണിയിലേക്ക് വരാം. കുഞ്ഞാണി, എന്ത് വന്നു? ഞങ്ങളുടെ ടീം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു, നമ്മളെ പ്ലേയേഴ്സുകള്. പക്ഷെ നമുക്ക് സെമിയില് പുറത്താവേണ്ടി വന്നു. സ്വാഭാവികമായിട്ടും നമ്മള് പിന്നെ പുറത്തായി. ഫൈനൽ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതില് ആര് ജയിക്കുന്നുള്ളത് നമുക്ക് ഫുട്ബോൾ പ്രേമി എന്ന നിലക്ക് കളി കാണാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിൽക്കുകയാണ്. ഒരു പൊതിച്ചോറും കിട്ടിയാൽ പൊതിച്ചോറും കിട്ടിയ എല്ലാവരും ലക്ഷ്യം അവസാനം പൊതിച്ചോറാണ്.
ജാബറൊക്കെ പറയൂ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായവും എന്റെ വാപ്പാന്റെ കമ്പനിയാണ്, ഇന്ത്യൻ കമ്പനിയാണ്. അതതിന് മെയിൻ. ഞാൻ എന്ത് നോക്കുമ്പോൾ ഇയാൾ ഒരേപോലെയാണ്. ഞങ്ങളുടെ ചെങ്ങായി നിർഭാഗ്യവശാൽ പോയതാണ്. എല്ലാരും നിർഭാഗ്യവശാലും ഇതൊക്കെ നിർഭാഗ്യവശോ, ഇതൊക്കെ ടോസിൽ പോയതല്ല. ടോസിൽ പോയ ടീമാണ് ഞങ്ങൾ കളിച്ചു. പിന്നെ അടുത്തല്ല ഞങ്ങളൊക്കെ മാനേജറെ വെള്ളയിക്കണ്. ഞങ്ങൾ നിർഭാഗ്യവശാൽ പോയതാണ്. ഇനി ഞങ്ങൾ എന്താ വിചാരിക്കണ വെച്ചാല് അടുത്ത പ്രാവശ്യം ഇപ്പൊ ഏതായാലും ഇപ്പൊ പോയി, അടുത്ത പ്രാവശ്യം കപ്പേറ്റ് ഇവിടുന്ന് പോകുള്ളൂ. അതെ, തീർച്ചയായിട്ടും. പറയൂ സിറാജ്, പറയൂ. ഒരു കളി ആരാധകൻ നിലയ്ക്ക് സിറാജിന് തോന്നുന്നു? എനിക്ക് ഈ തോൽവി വലിയൊരു വിഷമമായിട്ട് തോന്നുന്നില്ല. കാര്യം ജീവിതം തുടങ്ങിയ മുതലേ തോൽവിയാണ്. എന്താ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് കപ്പ് എടുത്ത ടീമാണ്. അപ്പൊ ഞങ്ങൾ എന്താ പറയാ, എല്ലാ പ്രാവശ്യവും ഒരു കപ്പ് എടുക്കുമ്പോ ഒരു ടീം നമ്മുടെ ടർഫിൽ ഞാനൊന്ന് ടോപ്പ് സ്കോറർ. പക്ഷെ ഇപ്രാവശ്യം എന്റെ കളി ഉണ്ടില്ലേ, ഞങ്ങളെ പ്ലെയർ ഒന്നിനൊന്നോ മെച്ചായിരുന്നു ഓരോ കളിക്കും. ഞാൻ എന്താ അൽഹംദുലില്ലാ കളി നല്ല സെമിയിൽ ഞങ്ങൾ പെനാൾട്ടിയിലെ പോയത്. അപ്പോ സെമിയിൽ നിർഭാഗ്യവശാൽ പെനാൾട്ടി പോയി. സൈദുപ്പ പറയൂ. സൈദുപ്പ എല്ലാരും ഒരേ അതെ എന്റെ അഭിപ്രായം പറഞ്ഞത്. നറുക്കെടുപ്പിൽ പോയി. സൈദുപ്പ ഒരു സിംഗറാണ്, രണ്ടുപേരും സിംഗർ മാത്രമല്ല ഒരു ഷവർമ്മക്കാരൻ കൂടിയാണ്. ഷവർമ്മക്കാരനാണ്. റിനുവിലേക്ക് പിന്നീട് വരുന്നുണ്ട്, റിനുവിലേക്ക് വരുന്നുണ്ട്. മുത്തുപ്പ പറയൂ. മുത്തുപ്പ എന്ന് വെച്ചാൽ മുത്തുപ്പാന്റെ പ്രായത്തിലുള്ള എല്ലാവരും മാനേജർമാരാണ്, മുത്തുപ്പ മാത്രമേ കളിക്കണുള്ളൂ. അതൊരു ഇതാണ്. കാരണം യുവാക്കൾ പ്രകമ്പനം കൊള്ളിക്കാൻ ഇതുപോലെ സ്പോർട്സ് ക്യാപ്റ്റൻ മാത്രം കളിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ വന്ന് മനസ്സിലായി. അതിന് മുത്തുപ്പ കളിച്ചില്ലല്ലോ. 4 കളിയിൽ സബ് ആയിരുന്നു, പിന്നെ ക്യാപ്റ്റനും. അതെ, പക്ഷെ എന്നാലും മുത്തുപ്പന്റെ പ്രായത്തെ അതിജീവിച്ച മുത്തുപ്പ കളിച്ചു. ബിരിയാണിക്ക് വെയിറ്റ് ചെയ്ത് ഈ ഇരിക്കണേൽ ഓൾമോസ്റ്റ് എല്ലാവരും ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണേ. അല്ലാണ്ട് കളി കാണാനൊന്നും ഫുട്ബോളിലുള്ള സ്നേഹം കൊണ്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഒരു ചോദ്യം, ഈ ഫൈനൽ എന്റെ നിഗമനത്തിൽ ഫൈനലിൽ ഞാൻ പറഞ്ഞുതരാം, സാക്കറിന്റെ ടീം തോൽക്കും. റെട്രോ ബോയ്സ് ജയിക്കും. 1-0 2-1. നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? സാക്കിന്റെ ടീം ജയിക്കും. ഞാൻ പറഞ്ഞ വലാട്ടിക്ക് പോകും. പുസ്തകം പറയാണ്ട് കീഴ്വായി ഇങ്ങനെ പോകുന്നുണ്ട്, ഭക്ഷണം അതിനാ കട്ട് ചെയ്യും. അപ്പൊ ഗൈസ് അങ്ങനെയാണ് കളി വരുന്നത്. കണ്ട ഇവരെ ടീമിന്റെ കളിയാണ്. മാനേജർ കളി പ്രകടനം കളിയാണ് തോന്നുന്നു. ഈ റഫറി പോലെ ഭാഗത്ത് സംശയം എടുക്കുന്നു ഇല്ല? മനസ്സിലല്ലേ? റഫറി പോലെ ഭാഗത്ത് റഫറി പോലെ ഭാഗത്ത് സംശയല്ലേ? ചെറുതായിട്ട് ഇല്ല. പാവാണ് ചേർത്താൻ. ശരത്തിന് 500 കൊടുത്തോ മതി, മാറിക്കും. നമ്മളെ കൂട്ടം പോയി 500 അപ്പൊ നമുക്ക് ഇതാ പെനാൽറ്റി കളി. പെനാൽറ്റി അങ്ങോട്ട് എടുക്ക്. ആവേശമായ പെനാൽറ്റി സാക്കറിൽ നിന്നും നാലകത്ത് പടിയിൽ നിന്നും സാക്കർ പടം നയിക്കുന്ന പെനാൽറ്റി മത്സരത്തിൽ ഏകപക്ഷീയമായ ലീഡ് എടുക്കാൻ പറ്റും സാക്കറിന്റെ ടീമിന്. കാരണം നിർണായകമായ പെനാൽറ്റിയാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഗോൾ അടിച്ചാൽ ഏകപക്ഷീയമായ ഫൈനൽ കയറാം. പോണേ ഓക്കെ, നമുക്ക് മാറിക്കാം, അല്ല അടിപൊട്ടും. വമ്പ മത്സരം നടക്കുന്നത്. വാ, അടിപൊളി മത്സരം. കളി വീക്ഷിക്കുമ്പോൾ എന്ത് തോന്നുന്നു? നിങ്ങൾ ടീമിന് മാനേജർ ഇന്നില്ലേ? കളിച്ചു ചെയ്തു? മാനേജറില്ല. കളി ഒരു ഫുട്ബോൾ പ്രേമി നിലക്ക് കളി നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് തോന്നുന്നു? കളി അടിപൊളിയായിട്ട് നടന്നു അല്ലേ? സൂപ്പറായി നടന്നു. വാശിയൊരു മത്സരം നടക്കുന്നുണ്ട്. അതെ, വാശിയൊരു മത്സരം നടക്കും. നമുക്ക് ഏകദേശം അപ്പൊ നമുക്ക് തിരിച്ചു വരാം. ഏകദേശം നമുക്കൊരു 14 മിനിറ്റ് സമയം, 14 മിനിറ്റ് ആയിരുന്നു. സാഹചര്യ സമ്മർദ്ദം മൂലം 14 മിനിറ്റുള്ള 10 മിനിറ്റ് ആക്കി, അല്ലെങ്കിൽ ടർഫ് അടക്കുമെന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾക്ക് വരണത് നമ്മുടെ ജുനൈദിലേക്കാണ്. ജുനൈദ്, ഒരു കളി ആരാധകൻ, ഒരു ഫുട്ബോൾ പ്രേമി എന്ന നിലയ്ക്ക് എന്ത് തോന്നുന്നു? നമ്മളെ ടീമിന്റെ കളിയാണ് ഇപ്പൊ നടക്കുന്നത്. നമ്മളെ ടീമാണ് മറ്റേ മഞ്ഞ് പച്ചമ്പഴം ഗ്രീൻ പടി അല്ലേ? 2 ടീമും മഞ്ഞ് പച്ചലോ?
അല്ലടാ മഞ്ഞേ സാക്കിന്റെ ടീം സാക്കിന്റെ ടീമാണ് നിങ്ങളുടെ ടീം. നമ്മൾ ഫൈനലിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കാണ്. ജയം നമുക്കാണ് വിചാരിക്കുന്നു. ജയിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പ്ലേയേഴ്സിന് എന്താണ് കൊടുക്കാൻ പോകുന്നത്? ഇവിടുത്തെ ബിരിയാണി കൂടാതെ നിങ്ങൾ ടീമിന് എന്താണ് കൊടുക്കാൻ പോകുന്നത് പറയൂ. ഞങ്ങള് അൽഫാമ് മന്തി കൊടുക്കണേ. ടീമേറ്റ്സ് കളി കാണുമ്പോൾ അൽഫാം മന്തി ഉണ്ട്. ഇനി നമ്മുടെ ഇതാണ് നമ്മുടെ മാനേജർമാർ നമുക്ക് പൊക്കി പറയണ്ട. വാ, അതായത് അല്ല ഞാൻ അപ്പുറത്ത് കൂടെ വരാം. അല്ല ഞാൻ അപ്പുറത്ത് കൂടെ വരാം. വാ, ഇത് ഞങ്ങളുടെ ടീമിന്റെ ഒരു മാനേജർ ഷുഐബ്. നമ്മുടെ ടീം നിർണായകമായി ട്രോസിന് തോറ്റു. വളരെ വിഷമമുണ്ട്. മെഹ്റാനോട് അന്വേഷണം. മെഹ്റ സൂപ്പർ ബാവ അന്വേഷണം ഉണ്ട്. പറയണം. ഞാൻ പറയും. ഈ വീഡിയോയിൽ കാണും. സൂപ്പറായി, പൊളി, ചാർജായി. വാ തിരിച്ചു വരാം. നമ്മളെ മാനേജർമാരെ വാ. അതെ, ഇനി ഞാൻ കാണിക്കുമ്പോൾ ഞങ്ങളെ മാനേജർമാരാണ് കാണിക്കാൻ പോകുന്നത് ടീമിന്റെ. ഇത് നമ്മളെ അജ്മലിന്റെ അനിയൻ. ഹായ് ബ്രോ. ഹായ്, സുഖാണ്. പോയിക്കോളി. അന്തര് പോക്ക എന്ത് തോന്നുന്നു കളി കണ്ടപ്പോ? ഇവര് ഇവിടെ ഗെയിം കളിച്ചിരിക്കാണ്. ഇവര് യുവ തലമുറ ഗെയിം കളിക്കരുത്. ആളെ കണ്ടത് കളി കളിക്കണ്ടേ? അതിന്റെ കാരണങ്ങളൊന്നും പാടത്ത് നീച്ച് പോയില്ല. ഇപ്പൊ അജിമലിന് 5 ചിലപ്പോ അല്ല വിട്ടിട്ടും കൂടുതൽ നേരം നിൽക്കാൻ പറ്റില്ല. മാനേജർ സാദിഖ്, നമ്മൾ ടീം നിർണായകമായ ഏകവിഷയമായ ടോസിന് യാദൃശികമായി എന്താ പറയാ, അൺഫോർച്ചുനേറ്റ്ലി തോറ്റുപോയി. എന്ത് തോന്നുന്നു? എന്താ പറയാ, ഭാഗ്യമില്ല ഞമ്മക്ക്. നമ്മള് ടോസ് ഒക്കെ എടുത്തിട്ട് നമ്മളത്രയും സെറ്റായിട്ട് എനിക്കാണെങ്കിൽ വേണ്ടത്ര ഫോമിലേക്ക് വരാൻ കഴിഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ എന്റെ പേര് മജൂസിനോടൊക്കെ ഉണ്ട് അവിടെ. അതിന്റെ ഇടയ്ക്ക് ഞാൻ നീച്ചു പോകുന്നത്. എനിക്ക് തോന്നി ഉറക്കം ക്ലിയർ ആയിട്ടില്ല എന്നൊരു സംശയം. നല്ലോണം ഉറങ്ങിക്കൊണ്ടിട്ടോ. മത്സ്യനോട് ഇടയ്ക്ക് കണ്ണ പ്രശ്നമുണ്ട്. മത്സ്യനോട് ഇറക്കുമ്പോ ആ പരിപാടി ഇടയ്ക്കാണ് പോകുന്നത്. പോയിട്ട് നല്ലൊരു നൂല് കെട്ടുക, മന്ത്രി ചോദി. നമ്മുടെ അഭിമാന താരവും പോരാത്തതിന് മാനേജർ കം കളിക്കാരൻ പ്ലെയർ കം അടുത്ത പ്രാവശ്യം ഞങ്ങൾ കക്കാണ് എപ്പോഴും അവിടെ ഇരിക്കണതാ. ചോറിട്ടൂല. ആ ഒരൊറ്റ വിഷയം കൊണ്ടാണ്. ഇതാണ് പിന്നെ നമ്മുടെ വാപ്പടിക്കുള്ള സുഹൃത്ത് ഒക്കെ വരും. ഇതിലൊന്നും കട്ടുവരില്ല. പറയൂ. ഒരു കളി ആരാധകൻ എന്ന നിലയ്ക്ക് എന്താണ് പറയാനുള്ളത്? വളരെ നല്ല. കാരണം ഇതാണ് ഇത്. അതെ, ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു ഇതാണ്. കളി കണ്ടിട്ട് എന്ത് ഫൈനൽ, ആവശ്യമായ ഫൈനൽ നടക്കണം. എന്ത് തോന്നുന്നു? കിണ്ണം ഒന്നും പറയില്ല. കിണ്ണം. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള സെമീറിന്റെ കളിയാണ്. അല്ല, ഫുട്ബോൾ. അതെ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഗൈസ്, അങ്ങനെ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വീണ്ടും കളിയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഈ കളിന്റെ കയ്യാത്ത് 10 മിനിറ്റാണ്. കുറെ നേരമല്ലോ. ആ വീഡിയോ എത്ര മിനിറ്റായി? അവിടെ ഇതാണ് നമുക്ക് ടർഫ് സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ, അതായത് ഇവിടെ ടർഫ് 12 മണി വരെ നമ്മൾ ടർഫ് എടുത്തിട്ടുള്ളൂ. എങ്കിലും നമ്മുടെ കളി കഴിയാത്ത പക്ഷം നമുക്ക് വേണ്ടി ഈ ടർഫ് എടുത്ത് തന്ന യുവാവിനെ ഒന്ന് കാണിച്ചു തരാം. ഹായ് സഹോദര, ഞാൻ നിങ്ങളിലേക്ക് വരികയാണ്. ഓക്കെ, നമുക്ക് കളി ഇവിടെ ഏകദേശം 12 മണി വരെ ഉള്ളൂ. പക്ഷേ കളി തീരാത്ത വല്ലം ഇദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് എത്ര മണിക്കൂർ, 1.25 മണിക്കൂർ കൂട്ടി തന്നിട്ടുണ്ട്. അപ്പോ 1:15 ഫൈനലാണ് ഇപ്പൊ കഴിയും. അപ്പോ സന്തോഷം. അപ്പോ നീ കളി കണ്ടപ്പോ എന്ത് തോന്നുന്നു? കളി കുറിച്ചിട്ടപ്പോ തന്നെ സെറ്റാണ്. അതാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ തന്നെ നിങ്ങളുടെ പേരെന്തേനും? ഉമേർ. ഓക്കെ, ഉമേർ ഇവിടെ ഉള്ളതാണ്. അപ്പൊ എല്ലാവർക്കും ഉമേറിനോട് ഹായ് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ചു വരാം. അപ്പൊ ഇത് ചോറുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് പോവോ? ഓക്കെ. അപ്പോ അങ്ങനെയാണ് കഴിഞ്ഞ കളിയിലേക്ക് തിരിച്ചു വരാം. ഈ കളി തീർന്നില്ല. 10 മിനിറ്റ് പറഞ്ഞിട്ട് ഇതെന്താ? ഹായ് ബ്രോ, സംസാരിക്കണം. ബാ. അപ്പോ കളി വീണ്ടും തുടർന്നുകൊണ്ടിരിക്കണേ. ഇപ്പോ നിങ്ങൾ സെമി ഫൈനൽ തോറ്റു. തോറ്റിട്ടില്ല, സെമിയിൽ തോറ്റു. അതിന് സെമിഫൈനൽ. സിബു പഴയ കളിക്കാരനാണ്. റിട്ടയർഡ് ആണ്. പക്ഷെ എന്നാൽ പോലും വന്നു. കണ്ടാ ഇബുന്റെ എന്തോ കളി കണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പണ്ട് ഒപ്പം കളിച്ച ആൾക്കാരാണ്. പണ്ട് നല്ല കളിയായിരുന്നു. ഒന്നേ പറയാനുള്ളൂ, എതിരാളികളില്ലാതെ ഫസ്റ്റ് പുറത്തുപോയ ടീം ജലീസിന്റെ ടീം. അങ്ങനല്ല, ഓൻ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. എന്താ പേര്? ഒമേഗ ബാബു. ജലീസിലേക്ക് വന്നിട്ടില്ലല്ലോ. ജലീസിന്റെ ഇന്റർവ്യൂ. നമ്മൾ ജലീസിലേക്ക് വരാം. ജലീസ് നബിദിനത്തിന് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ മുട്ടായി കിട്ടിയത് ജലീസിനാണ്. അപ്പോ ജലീസിന്റെ വലിയ ഡയലോഗടി മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ടീം ആകെ ജയിച്ച ജലീസിന്റെ ടീമിനായിട്ടാണ്.
മാജിയപ്പോ എന്നിട്ട് ഇതാ ജലീസ്, ഇതാ ജലീസിന് സൂമേ. ഇതാണ് ബഹുമാനപ്പെട്ട ഒമേഗ ബാബു ഐസ് അറയോട്. ജലീസിന്റെ ഡയലോഗ് അടി 99% സ്കില്ല് പൂജ്യമായിരുന്നു. ജലീസ് കുറെ കളിയാക്കി. എന്റെ ടീം ആകെ ജയിച്ച ജലീസിനെറ്റ്, അതാ ഏറ്റവും വലിയ കോമഡി. ബെസ്റ്റ് പ്ലെയർ ജലീസാണ്. ഇപ്രാവശ്യം നബീലത്തിന് ഏറ്റവും കൂടുതൽ മുട്ടായി കിട്ടിയോ ജലീസിനാണ്. ഇനി നമ്മളെ ഇക്കളിയിൽ ഈ ഇഞ്ചുറി പറ്റിയൊരു യുവനെ കാണാം. മാജി അസ്വസ്ഥരാണ്. ഇപ്രാവശ്യം നമുക്ക് വൺ സൈഡാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത് എനിക്ക് തോന്നുന്നു മറ്റൊരു ടീം ഒരു പൈസ കൊടുത്തിട്ടുണ്ട് സംശയമുണ്ട്. എന്താ വിദേശ ഫണ്ടുകൾ ഇവിടെ നല്ല കളിക്കുന്നുണ്ട് എനിക്ക് തോന്നിയത്. ഇതിലൊക്കെ അന്താരാഷ്ട്ര തലത്തിലുള്ള കളിയായി മാറി. ഇവര് ഇതുണ്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള വൻ ഇൻഫ്ലുവൻസ് ഉണ്ടായതുകൊണ്ടാണ് ഇവര് കളി പെട്ടെന്ന് ഗതിയിരിക്കാൻ പറ്റിയത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം ഇഞ്ചറി പറ്റിയ ഒരൊറ്റ ആള് അത് മാജിയാണ്. ഇപ്പൊ എന്താ പറ്റി മസിൽ കയറിയതാണ്. മസിലുള്ളവർക്കല്ലേ കയറുള്ളൂ. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ പ്രാവശ്യം ചോര കണ്ടു, പക്ഷെ ചോര കണ്ടില്ല. ഇപ്രാവശ്യം സത്യം പറഞ്ഞ ഇഞ്ചുറി കുറവായിരുന്നു കേട്ടോ. കാരണം ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇവന്റെ കാല് പൊട്ടി ബ്ലഡ് വന്നു. അപ്പോ എന്താണ് കളി ഫൈനൽ കഴിഞ്ഞോ? ഇനിയാണ് നമ്മൾ ഇതായി നിൽക്കുന്നത്. സമനില ഇത് നമ്മൾ നേരത്തെ കാണിച്ച മാനേജർ ശിബിലയുടെ അനിയനാണ്. എൻ്റെ സഹ കൂട്ടുകാരൻ ശിബിലയുടെ അനിയൻ. ഇത് നമ്മൾ അജ്മൽ അഞ്ചൻ പൊളിയാണ്, സൂപ്പറാണ്. അപ്പൊ ആവേശപരമായ ഫൈനൽ പെനാൽറ്റി അല്ലേ? ആവേശപരമായ ഫൈനൽ മത്സരം പെനാൽറ്റിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോ ഏകദേശം 2 ടീം എത്ര സ്കോർ അടിച്ച്? സ്കോർ ബോർഡ് എത്ര 0-0 ആണ്. ശരിക്കും എവിടെ ക്യാമറമാൻ, ശരിക്കും ഷാക്കിറിന്റെ പെനാൽറ്റി ഗോൾ ആവാന്നുണ്ടെങ്കിൽ ഇവർ ഫൈനലിലേക്ക് പെനാൽറ്റി അടിച്ച ഷാക്കിർ അടിച്ച് ജാസിം എവിടെ കാണാനില്ല. ജാസി കിക്ക് അടിക്കൂലേ? എന്താ ടോട്ടലി ടയർഡ്. ജസ്റ്റ് ഒരു കിക്കല്ലേ? ഓക്കെ ആവേശം ഫൈനൽ മത്സരം നടന്നു. കിട്ടി. ഇങ്ങോട്ട് വാ ക്യാമറമാൻ, കമോൺ. ഇനി പെനാൽറ്റി എടുത്തോ. പെനാൽറ്റി ആവേശകരമായ ഫൈനൽ മത്സരം പെനാൽറ്റി മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കിക്ക് എടുക്കുന്ന അനു ഷാലു. കമോൺ, ലെറ്റ്സ് ഡു ഇറ്റ്. കമോൺ ബ്രോ, കമോൺ. യെസ്, മുത്തുവാക്കാന്റെ ചെക്കൻ തന്നെ അടിച്ച് പരത്തില്ലേ. അടുത്തതായി കിക്ക് എടുക്കാൻ വരുന്നത് ആ കീപ്പർ അടിപൊളിയാണ്. കഴിഞ്ഞ ഒരു പെനാൽറ്റി സേവ് ചെയ്തിട്ടുള്ള കീപ്പറാണ്. യെസ് കിട്ടി 2 ഗോള്. മെയിനായിട്ട് പെനാൽറ്റി ഫോക്കസ് ചെയ്തോ. ഞാൻ പിന്നെ പറഞ്ഞോണ്ട് ഉള്ളു പോയിക്കോ. പെനാൽറ്റി കേട്ടോ. അവസരമായ ഫൈനൽ മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഇന്ന് 7 നമ്പർ കളിക്കുന്ന പേരെന്താ? റിഷോ. പെനാൽറ്റി അടിക്കുന്നത് റിഷോ വാപ്പയുടെ അഭിമാന താരം റിഷോ ഇന്ന് 2-3 ഗോൾ അടിച്ചിട്ടുണ്ട്. റിഷു നല്ല ഫോമിലാണ്. പെനാൽറ്റി കീപ്പർ മാറിയിട്ടുണ്ട്. റിഷു അതാ ജാസി തന്ത്രപൂർവം ഓനെ മെന്റലി ഡൗൺ ആക്കാനുള്ള പ്ലാന്. അജ്മൽ അനിയൻ പോരെ. പെനാൽറ്റിയും സമനിലയിലേക്കാണ് പോയിട്ടുള്ളത്. അതാ ഷാക്കിർ ട്രോസ് മതി പറയണ്ട്. ജബ്രാക്ക സൂപ്പർ അല്ലേ? എന്താ വായോ. ഇരു ടീമുകൾ പെനാൽറ്റി ഷൂട്ടൗട്ട് സമനിലയിലേക്ക് ലാസ്റ്റ് തുറന്ന് ട്രോസിലേക്കാണ് പോകുന്നത്. ട്രോസാണ് സുഹൃത്തുക്കൾ. ടോസിലൂടെ നമ്മൾ വിജയിയെ തെരഞ്ഞെടുക്കും. ഞങ്ങളും തോറ്റത് ടോസിലാണ് നിർഭാഗ്യവശാൽ. ജയിക്കുന്നതാണ് എന്റെ അഭിപ്രായം. എന്റെ പ്രഡിക്ഷൻ ഞാനിട്ടത് ജാസിന്റെ ടീം ജയിക്കുന്നിട്ട് പ്രഡിക്ഷൻ. ബുക്കാരെടുത്തല്ലേ
അർഷേന് ബിരിയാണി നിന്റെ ചിക്കൻ പീസ് അർഷേന് ഉറപ്പുവരാൻ പറ്റില്ല. ആവേശകരമായ പെനാൾട്ടി ഷൂട്ടൗട്ട് സമനിലയിൽ കലാശിച്ചപ്പോൾ അടുത്തതായി ട്രോസ്. ബഹുമാനപ്പെട്ട നമ്മുടെ റഫറി ശരത്താണ് ട്രോസ് എടുക്കുന്നത്, ട്രോസ് വെക്കുന്നത്. മറ്റേത് പറയും ബഹുമാനപ്പെട്ട അന്തംഗം മാറിക്കുക. ഞങ്ങൾ ട്രോസിന് തോറ്റല്ലോ. വിൻ. ഓക്കെ, ഒരു ടീം വിൻ ഒരു ടീം ലോസ് അങ്ങനെ ചെയ്ത. രണ്ട് ക്യാപ്റ്റന്മാർ മാത്രം. ഇത് ഞാൻ വൈഡ് പോയിക്കളാം. രണ്ട് ക്യാപ്റ്റന്മാർ വരും. പിന്നെ ക്യാമറമാൻ വരാം. ക്യാപ്റ്റൻ എവിടെ? ഓക്കെ, ജയിച്ചു, തോറ്റു. ഓക്കെ അല്ലേ? പിന്നെടുത്ത ആള് ജയിച്ചു, ലോസ് എടുത്ത ആൾ തോറ്റു. എല്ലായിടത്തും അങ്ങനെ തന്നെയല്ലേ? ഇത് ഇല്ലടാ, അത് പണ്ട് ആ കളിയില്ല. പണ്ട് നമ്മൾ പഴയ കളിച്ച കാലത്ത് ഇല്ല. റഫറിക്ക് ടെൻഷൻ ഉണ്ടോ? വെറുതെ ചെലവൊന്നുമില്ലല്ലോ. കായിട്ടില്ലെന്നുള്ള ടെൻഷൻ ഉണ്ട്. ക്യാപ്റ്റന്മാരുടെ കായിട്ടില്ല ചോറിട്ടോ. പിന്നെ ടർഫിന് ചെക്കന് ചോറ് കൊടുക്കണം. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ആരുടെ ടീമാ? ആരുടെ ടീമാ എടുത്താലും നിങ്ങൾ അയച്ചോ. രണ്ട് മാനേജർമാർ ക്യാമറമാൻ കമോൺ. ക്യാമറമാൻ മാനേജർ എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷത്തിലാണ്. കാരണം ഈ കൂട്ടത്തിൽ ഏറ്റവും യങ്ങർ മാനേജർമാരാണ് ഇവര്. ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. ഞങ്ങളെ ഏറ്റവും വലിയ ശക്തി ഞങ്ങളെ സ്പോൺസേഴ്സ് ആണ്. അതെ, ഇവരുടെ സ്പോൺസേഴ്സ് യൂറോപ്പിൽ നിന്നും സൗദി എന്നുള്ള രണ്ട് സ്പോൺസേഴ്സ് അജ്മലും യൂസുഫും. അപ്പൊ അജ്മലും യൂസുഫിന് പ്രത്യേകം നന്ദി പറയുന്നു. അവരുടെ കരുത്ത് കൊണ്ടാണ് ടീം ജയിച്ചത്. അപ്പൊ ഗൈസ്, ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ ഞാൻ പറഞ്ഞില്ല, അതിന്റെ പ്രഡിക്ഷൻ കറക്റ്റായി. ഞാൻ പറഞ്ഞിരുന്നു സാക്കിന്റെ ടീം തോൽക്കുന്നത് കറക്റ്റായി. എവിടെ എന്ത് സാക്കിന് ചൂടാവുണ്ട്. ഓക്കെ, ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ പിന്നെ ട്രോഫി സ്പോൺസർ ചെയ്തിട്ടുള്ളത് നിസാം ഖാന്. ക്ലാസിക് പ്രോ കാണിക്കൂ. ഫ്രീ പ്രൊമോഷൻ കൊടുക്കില്ല, കുഴപ്പമില്ല, കൊടുക്കും. എന്തോ സന്തോഷം ഒന്നില്ലേ? ഭയങ്കര സന്തോഷം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വിന്നർക്കുള്ളത്. ഫസ്റ്റ് വിന്നർ പോലെ അല്ലേ ഓരോ പോയിക്കണേ? കളിക്ക് കൊടുക്കാം. ഫസ്റ്റ് സെക്കൻഡ് കൊടുക്കാം. ഓക്കെ, വാ. ഇതാണ് പിന്നെ ടീമിനെ കാണിച്ചു തരാം. ഇതാ എന്തോ എല്ലാരും ഹാപ്പി അല്ലേ? ഇതാണ് ഞങ്ങളെ പയ്യന്മാര്. അപ്പൊ ഇവര് നമുക്ക് ഫൈനലില് സെക്കൻഡ് അടിച്ച ടീമിനാ. സൂപ്പർ ടീം. 10 നമ്പർ ഷാക്കിർ ബ്രോ, കമോൺ. ഷർട്ട് ഇടുവാ. ഓക്കെ, ലൈറ്റ് ഉണ്ടോ? ക്ലിയർ ഉണ്ടോ? ഓക്കെ, വെരി ടീമിലെ ആൾക്കാർ വരും. അൽത്തഫ് കമോൺ. കളിച്ചിട്ടില്ല ജയിച്ചു ഫൈനലില്. അവിടെ അടിയ പൊട്ടും. റഫറിമാരെ പ്രശ്നം ഞാൻ അങ്ങനെ പറയാം. ആരാണോ? ഹായ്, ഇന്ന് നമ്മളെ കൂട്ടുകാരന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ എല്ലാരും ഹാപ്പി ബർത്ത്ഡേ പറയുക കമന്റിൽ. ഇന്നലെ നോക്കിയേ, ഇന്നലെ ഹാപ്പി ബർത്ത്ഡേ. കുഴപ്പമില്ല, കഴിഞ്ഞില്ലേ?
ഷാക്കിർ വാ. ദാ. ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു. എന്തോ ഇതുവരെയുള്ള കളിയോട് എന്തോന്നു പ്രശ്നം നമ്മള് റിസ്ക് എടുത്ത് വന്നല്ലോ. ഒന്നില്ലാത്ത മമ്മൂട്ടിയാവല്ലേ കേട്ടോ. ഞാൻ സംഭവം ഉണ്ട്. ഞാനേ എനിക്ക് ഇതിൽ പ്രഡിക്ഷൻ പറഞ്ഞതിൽ ഞാൻ എന്റെ ടീം തോൽക്കുന്നു പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ എവിടെ പേച്ചത് ഞാൻ പറഞ്ഞ ഫൈനൽ മത്സരത്തിൽ ഷാക്കിറിന് ഫൈനൽ ലീഡ് എടുക്കായിരുന്നു. നിർഭാഗ്യവശാൽ ഒരു പെനാൾട്ടി കൊളായി. പെനാൾട്ടി പറഞ്ഞ മെസ്സി വരെ പെനാൾട്ടി നമുക്ക് പേടിയില്ലല്ലോ. മെസ്സി വരെ പെനാൾട്ടി പുറത്തേക്ക് അടിച്ചിട്ടുണ്ട്. പെനാൾട്ടി ഉണ്ടോ? അതാ പെനാൾട്ടിയുടെ വീട് ഉണ്ട്. പെനാൾട്ടി പറഞ്ഞ ഞാൻ എത്ര പെനാൾട്ടി കൊളാക്കിയിട്ടുണ്ട്. അപ്പൊ ഗായ്സ് എന്ത് അപ്പൊ ഫൈനൽ മത്സരത്തിൽ ഇനിയുള്ളത് സമ്മാന ചടങ്ങാണ്. ട്രോഫി കൊടുക്കൽ. ട്രോഫി ആർക്കൊക്കെ വെച്ചാൽ ബെസ്റ്റ് പ്ലെയറിന്, ബെസ്റ്റ് കീപ്പറിന്, ഫസ്റ്റ് സെക്കൻഡ്. യെസ്, ഓക്കെ. അപ്പോ വരൂ, ഞാൻ അങ്ങോട്ട് എടുത്തോ. ആരെ എടുക്കണം? ബെസ്റ്റ് ഗോൾ കീപ്പർ മുനവ്വിർ. ബെസ്റ്റ് ഗോൾ കീപ്പർ മുനവ്വിർ ആണ്. ബെസ്റ്റ് ഗോൾ കീപ്പർ മുനവ്വിർ. ബെസ്റ്റ് ഗോൾ കീപ്പർ മുനവ്വിർ. സമ്മാനം കൊടുക്കും സെയ്തുപ്പ ഫ്രം ഷവർമ. നന്നായി പാട്ട് പാടും. ഓക്കെ, സൂപ്പർ, അടിപൊളി. ഓക്കെ, കൺഗ്രാജുലേഷൻ ബ്രദർ, കൺഗ്രാജുലേഷൻ. അടുത്തതായി ഇത് ബെസ്റ്റ് പ്ലെയറിനല്ലേ? ടോപ്പ് സ്കോർ ഉണ്ടോ? ഓക്കെ, ടോപ്പ് സ്കോറിനുണ്ട്, ബെസ്റ്റ് പ്ലെയറിനുണ്ട്. അടുത്തതായി ബെസ്റ്റ് ഡിഫൻഡർ നമ്മുടെ അജ്മൽ അന്ത്രപ്പാട് അജ്സൽ. റെട്രോ ബോയ്സ്. സാന്റോസിന്റെ താരം നമ്മുടെ ക്ലബിന്റെ പ്രസിഡന്റായ തൗഫീഖ്. സൂപ്പർ, കൺഗ്രാജുലേഷൻ ബ്രദർ. അടുത്തതായി സമ്മാനം കൊടുത്തു ബെസ്റ്റ് പ്ലെയർ. അടുത്തതായി ബെസ്റ്റ് പ്ലെയർ അൻസിൽ മുത്തുകാക്കാന്റെ ചിക്കൻ. അടുത്തതായി ബെസ്റ്റ് പ്ലെയർ അൻസിൽ ഷാലോ മുത്തുകാക്കാന്റെ ചിക്കൻ ഷാലോ ബെസ്റ്റ് പ്ലെയർ. അടുത്തതായി ടോപ്പ് സ്കോർ ഇർഫാൻ ബാവപ്പടി. സമ്മാനം കൊടുക്കുന്നത് സിറാജ്. കൺഗ്രാജുലേഷൻ ബ്രദർ. അടുത്തതായി ടീം എടുക്കുന്നത് സെക്കൻഡ് വിന്നറെയാണ്. അടുത്തതായി റണ്ണേഴ്സിനുള്ള ട്രോഫിയാണ് കൊടുക്കുന്നത്. റണ്ണേഴ്സിന് ട്രോഫി കൊടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഫൈനലിൽ നിർഭാഗ്യവശാൽ പരാജയപ്പെട്ട റണ്ണേഴ്സ് ടീം ഷാക്കിറിന്റെ ടീമാണ് വരേണ്ടത്. സമ്മാനം കൊടുക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റണ്ണേഴ്സ് സെക്കൻഡ് ട്രോഫി റണ്ണേഴ്സ് സമ്മാനം റണ്ണേഴ്സിനുള്ള സമ്മാനം കൈമാറുന്നത് ജാബ്രാക്ക. റണ്ണേഴ്സിനുള്ള സമ്മാനം കൈമാറുന്നത് ജാബ്രാക്ക. ഏറ്റുവാങ്ങിയത് ജമീല. അടുത്തതായി ഏറ്റവും ടൂർണമെന്റിലെ ബെസ്റ്റ് കളിക്കാരെന്ന് അവകാശപ്പെട്ടത് വിന്നേഴ്സിനുള്ള സമ്മാനം കൊടുക്കുന്നത് ഏറ്റുവാങ്ങുന്നത് ജാസിൻ. യുവർ വിൻ. ഞാൻ പറഞ്ഞു അന്റെ ടീം ജയിക്കുന്നത്. ഞാൻ പ്രഡിക്ഷൻ ചെയ്തു അന്റെ ടീം ജയിക്കുന്നത്. ഞാൻ 100 പറഞ്ഞില്ല. യെസ്, ജാസി പറഞ്ഞതാ. ജാസി പറഞ്ഞ ആരാ? ജാസിന് തൊടാത്തൊരു ആപ്പടിക്കാരില്ല. അല്ല പിന്നെ വിന്നേഴ്സ് ടീം എത്ര പെട്ടെന്ന് സ്റ്റേജിൽ എത്താനാണ്. അടുത്തതായി വിന്നേഴ്സിൽ ട്രോഫിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ട്രോഫി ഏറ്റുവാങ്ങുന്നത് റെട്രോ ബോയ്സ്. യെസ്, വിന്നേഴ്സ്.
അപ്പൊ അടുത്തതായി അപ്പോ വിന്നേഴ്സിലെ ട്രോഫി കൊടുത്തു കഴിഞ്ഞു. ഷാഹിദ് എവിടെ? ബഹുമാനപ്പെട്ട ഷാഹിദ് 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 ആ അജ്മൽ വീഡിയോ കോൾ ഓഫ് ആക്കിയാ? ഇതെന്താ അജ്മല് വീഡിയോ കോൾ ഓഫ് ആക്കിയാ? അജ്മല് വേറൊരു സംഭവം ഇപ്പൊ പറയാം. എന്ത് വീഡിയോയിലെ കാര്യം പറയാനാ? ആ ഓക്കെ ഓക്കെ ആ അത് പറയാം. എല്ലാരും ഒരു സംഭവം ഉണ്ട്, എല്ലാരും മുന്നിൽ നിന്ന് റിവീൽ ചെയ്യാൻ വേണ്ടി ഒരു സംഭവം വെച്ചിട്ടുണ്ട്. എന്താ നമുക്ക് വഴിയെ കാണാം. എല്ലാരും പേര് ഒരു സാധനം പറയാണ്ട്. അജ്മല് യൂറോപ്പിൽ നിന്ന് എന്തോ ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. എന്താ നമുക്ക് കാണാം. ആ മെഡൽ കൊടുക്കൽ ചടങ്ങുണ്ട്. നിങ്ങളേതാ ടീം? ഓക്കെ ഓക്കെ. ഇത് നമുക്ക് പ്രധാനപ്പെട്ട മെഡൽ സ്പോൺസർ ചെയ്തിട്ടുള്ളത് അൽബിദിയ സ്പോർട്സ്. വിദ്യ സ്പോർട്സ് ആണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അതെ ഓക്കെ വരൂ. ആവേശകരമായ മത്സരത്തിന് മെഡൽ സ്പോൺസർ ചെയ്തിട്ടുള്ളത് അൽബിദിയ സ്പോർട്സ് ബാപ്പടി, പെന്തമണ്ണോട് ബാപ്പടി. ഓക്കെ താങ്ക് യു അൽബിദിയ, താങ്ക് യു. അടുത്തതായി ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന മെഡൽ എന്താണ്? കഴിഞ്ഞ കൊല്ലം ഫുൾ മെഡൽ കൊണ്ട് ഞങ്ങൾ ടീം ആയിരുന്നു. പ്രശ്നം തോറ്റുപോയി. റണ്ണേഴ്സ് നിങ്ങൾ റണ്ണേഴ്സ് വിന്നേഴ്സ് യെസ് വിന്നേഴ്സ് നിങ്ങൾ ടീം മെമ്പേഴ്സിന് എന്താ പറയാനുള്ളത്? ഹാപ്പി അല്ലേ? ഓക്കെ ഫൈനൽ നിങ്ങൾ ആവശ്യമായ റോസിന് ജയിച്ചു. ഫൈനൽ മാച്ച് പെർഫോം വാട്ട് ഹാപ്പനിങ് പൊളി വാട്ട് ഹാപ്പനിങ് സൂപ്പർ യെസ് കം ഓൺ ഓക്കെ. നമുക്ക് ഇവിടെ നമ്മുടെ ഒരു അതായത് റണ്ണേഴ്സായ ടീമിലെ ഗോൾ കീപ്പർ ഷെറിൻ ഒരു പഴയകാല ഗോൾ കീപ്പറാണ്. അതെ ഷെറി ഒരു പഴയകാല ഗോൾ കീപ്പറാണ്. ഷെവിക്ക് ഭയങ്കര നാണാണ് പറയ അല്ല ആപ്പ കുഴപ്പമില്ല. എന്താ പറ്റി ആപ്പ കാണാൻ കക്ക വന്നൊന്നല്ലേ കളിച്ചാൽ വന്നല്ലേ എന്ത് തോന്നുന്നു? അല്ല ഞാൻ കണ്ടില്ല. ഞാൻ ചെറുപ്പം മുതലേ ഷെറി കീപ്പറാ, ഞാൻ വലുതായപ്പോൾ ഷെറി കീപ്പറാ. എന്ത് തോന്നുന്നു? നിങ്ങൾ ഫൈനലിൽ റണ്ണേഴ്സായി. ആവേശകരമായ മത്സരമായിരുന്നു. ടോസിൽ നിർഭാഗ്യവശാൽ നിങ്ങൾ ലീഡ് എടുത്ത ടീമിന് ശരിക്കും ഷാക്കിർ പെനാൽറ്റി പുറത്ത് കളിച്ചുകൊണ്ടാണ്. പ്രശ്നമില്ല ഷാക്കിറാണ് അവരെ ഫൈനലിൽ എത്തിച്ചതും. അതുകൊണ്ട് വളരെ സന്തോഷം. എന്നാലും നന്നായി കളിച്ചു. എല്ലാവർക്കും മെഡലുണ്ട്. പിന്നെ പഠിക്കണ്ട. ബെസ്റ്റ് ഇതെന്തിനാ കട്ടത ചാൻസ് അല്ലാണ്ട് ഒരു ചാൻസ് ഞാൻ കാണില്ല. ബെസ്റ്റ് മാനേജർ ജുനൈദ് ആണെന്നാണ് ജുനൈദ് സ്വയം അവകാശപ്പെടുന്നത്. യെസ് ഇത് കഴിഞ്ഞാൽ ചോറുണ്ട്. എല്ലാവരും ആ സന്തോഷത്തിലാണ്. മുഫീദ് ബ്രോ മൊത്തത്തിലുള്ള ടൂർണമെന്റിൽ എങ്ങനെ വിലയിരുത്തി കാണുന്നു? നിങ്ങളുടെ ടീം എന്തായി? ഞങ്ങളുടെ ടീം റണ്ണേഴ്സ് മാഷാ അല്ലാ അടിപൊളി. 6 ടീമിൽ 2 ടീമിലെ റണ്ണേഴ്സ് ഞങ്ങൾ എത്തി. പിന്നെ നിർഭാഗ്യവശാൽ ടോസിനെ പോയത്. ലീഡ് എടുക്കുന്നേ. അതെ ഞങ്ങൾ വിജയിച്ച് ഞങ്ങൾ സന്തോഷിച്ച കളിയായിരുന്നു. അതെ നിർഭാഗ്യവശാൽ പെനാൽറ്റി മിസ്സായി. ഓക്കെ മൊത്തത്തിലുള്ള ടൂർണമെന്റ് വിലയിരുത്തൽ എങ്ങനെ? അടിപൊളിയായി. നമുക്ക് അടുത്ത് വരുന്ന ദിവസം ഇതിലും അടിപൊളിയായിട്ട് നമ്മളെ ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ യുവ കളിക്കാരെ വാർത്തെടുക്കാമെന്നുള്ള ഒരു സംഭവമാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഈ ടൂർണമെന്റിൽ തന്നെ യുവ കളിക്കാരെ നമ്മൾ നാട്ടിൽ വാർത്തെടുക്കാന്നുള്ള സാധനം ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താ തോറ്റ ടീമിന്റെ ചർച്ച വിഷയം എന്താണ്? ഷാക്കിറിന്റെ പെനാൽറ്റി കൊള്ളുന്നെങ്കിൽ കപ്പടിച്ചു എനിക്ക് എന്ത് തോന്നി? എന്റെ മാനസികാവസ്ഥ എന്തായിരുന്നു? ഒരു പ്രഷറില്ല, പക്ഷെ നമ്മൾ അടിച്ചു കയറ്റിയതാ. സിമ്പിൾ നമുക്ക് പെനാൽറ്റി കോമഡി എന്തൊക്കെയില്ല. ഷാക്കിറിനെതിരെ കളിച്ച ടീം കളിയാക്കുന്നവരൊക്കെ ഷാക്കിർ കളിപ്പിച്ച് ക്യാമ്പിന് പഠിപ്പിച്ച പിള്ളേരാണ്. അതാണ് നിസാർ ബ്രോ നിസാർ എന്റെ ടീമേറ്റ്സ് വളരെയധികം നാണക്കാരനാണ്, കൗശലക്കാരനാണ്. ഇവ ഞങ്ങളുടെ ടീമിൽ ആദ്യം ഓടി കളിച്ചത് ഇവനും അർഷാദും. നമ്മളൊക്കെ വെറുതെ നടന്നില്ലേ? മെസ്സി പോലും ഇങ്ങനെ കളിക്കണ കണ്ടിട്ടില്ല. ഞാൻ കയറ്റാൻ വിശ്വസിക്കാറില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ടോപ്പ് സ്കോർ ഞാനായിരുന്നു. അതാണ് 2 മലക്കോട്ടെത്തിയോ സത്യടാ. അതിന്റെ വരെ ട്രോഫി ഉണ്ട്. ഞാൻ സ്റ്റോറി കാണിച്ചു തരാം. അല്ലണ്ടാ ഇതെന്താ ഇതൊക്കെ വലിയ ടോപ്പ് സ്കോർ കിട്ടിയേ? അതെ പക്ഷെ നമ്മൾ അടുത്തേല് പിടിക്കും.
അടുത്ത പ്രാവശ്യം പിടിക്കും. പിന്നെ ജസ്റ്റ് ടോസിനെ പോയി അല്ലേ കിട്ടിയിരുന്നു, ടെൻഷനായി പോയി അല്ലേ ജസ്റ്റ്. അടുത്തത് ഇപ്പൊ നമ്മളെ മെയിൻ ആയിട്ട് ലക്ഷ്യം എന്താ, ഫുഡ് കൊടുക്കലാണ്. ഫുഡ് ഉണ്ട്, ബിരിയാണി. ഞങ്ങൾ നേരത്തെ തോറ്റിക്കണമെങ്കിലും ചോറുണ്ട് പറഞ്ഞിട്ടാണ് ഇതായത്. ഞങ്ങളിവിടെ എത്ര നേരം നിന്നത്, ഇനി ചോറ് കിട്ടൂലേ? ഞാനോട് വെറുതെ പറഞ്ഞ ചിക്കൻ പീസ് ഞാൻ തന്നെ എടുത്തോട്ടെ. ഇതാ ടീംമേറ്റ്സിന് മെഡൽ കൊടുക്കുന്ന രംഗമാണ്. ഷിബിൽ അജ്മൽ വിളിക്കണ്ടോ? പറയാം, എപ്പോഴാ പറയാ? അജ്മൽ എന്ത് സർപ്രൈസ് ഇല്ലേ? എപ്പോഴാ പറയാ? എന്ത് എന്നോട് പറയും, നമ്മളറിയില്ലല്ലോ. ഇല്ല, വീഡിയോയിൽ പറഞ്ഞ കുഴപ്പമില്ല, പക്ഷെ അവിടെ ഇതിന്റെ ഇടയിൽ കാണൂല. എല്ലാ ഇതിനിടെ കേൾക്കൂല. എന്താണ് നാട്ടിലെ ഒരു കാര്യമാണ്, കല്യാണം കഴിക്കണം കുട്ടി, അതിന് പൈസ കൊടുക്കണം. അതിപ്പോ അതായത് നമ്മളെ നാട്ടില് ഒരു കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി അജ്മൽ സഹായിക്കുന്നു, അതിന്റെ ഒരു തന്നെ. ഓക്കെ, അജ്മൽ യൂസ്ഫും കൂടി. യെസ്, വിജയിച്ച ടീമിന് ക്യാഷ് പ്രൈസ്. ക്യാമറമാൻ എന്ന നിലയ്ക്ക് സെമീർ നിൽക്കുന്നു. വിജയിച്ച ടീമിനുള്ള ക്യാഷ് പ്രൈസ് ആണ്. വിജയിച്ച ടീമിനുള്ള 50,001 രൂപ ക്യാഷ് പ്രൈസ് ആണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് നാളെ മന്തി ഉണ്ട്. മന്തി ജയിച്ചവർക്ക് ജയിച്ച ടീമിന് മന്തി, ക്യാമറമാൻ എന്ന നിലക്ക് അർഷാദിന് മന്തി, സെമീറിന് മന്തി. നമ്മുടെ നാട്ടില് ഉപ്പില്ലാത്തൊരു കുട്ടിയുടെ കല്യാണം നടക്കാൻ പോകുന്നുണ്ട്. ആ പൈസക്ക് ആ ഇതൊക്കെ ഞങ്ങളത് ഭാഗമായിട്ട് ചെറിയൊരു എമൗണ്ട് ജയിച്ചതിന്റെ അത് ഞങ്ങളൊരു സന്തോഷത്തിൽ ഞങ്ങൾ കൊടുക്കാം. നല്ല മുറാദാണ്. അത് സൂപ്പറായി. അപ്പോൾ വളരെ നല്ല കാര്യം. ഇതുകൊണ്ടുള്ള കളികൾ കൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ് അല്ലേ? ഇതുപോലുള്ള യുവാക്കളാണ് മറ്റേ നാട്ടിലൊക്കെ ആവശ്യം. വളരെയധികം സന്തോഷം, വളരെയധികം സന്തോഷം, ഹാപ്പിയായി. ഇതുപോലുള്ള കളികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങളാണ്. നമ്മൾ നാട്ടിലെ യുവ പ്രതിഭകളെ വാർത്തെടുക്കുക, അതേപോലെ തന്നെ ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, അത്ര തന്നെ. അടുത്തതായി മെഡൽ കൊടുക്കുന്ന രംഗമാണ് വരാൻ പോകുന്നത്, കൊടുക്കുന്നത്. അടുത്തതായി ടൂർണമെന്റിലെ ബെസ്റ്റ് കളിക്കാരൻ ജാസി, സൂപ്പർ സ്റ്റാർ വിൻ ബാക്ക് ജാസി, ടൂർണമെന്റിന്റെ ശക്തി ടീം ജാസി, ജാസിന്റെ ടീമിന്റെ ശക്തി ജാസി. ജാസി ഇപ്പോൾ സൂപ്പർ കളിയാണ്. ജാസിന്റെ കളി പറഞ്ഞ സൂപ്പർ കളിയാണ്. ഓക്കെ, ജാസിക്ക് വേണ്ടി മാനേജർ, ഞങ്ങളുടെ മാനേജർ സാദിഖാണ്. സൂപ്പർ 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 സൂപ്പർ, കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, അലിയാപ്പോ തോറ്റെങ്കിലും മോശമില്ല. ഓക്കെ, സൂപ്പർ. നമ്മുടെ പ്രസിഡന്റ് 2 മെഡലൊക്കെ കൊടുക്കുന്നു. സൂപ്പർ പ്രസിഡന്റ്. ഓക്കെ, ഇനി വാ ഇനി ഫുഡ് കൊടുക്കാറായി. എപ്പോഴാ ഫുഡ് കൊടുക്കുക? എവിടുന്ന ഫുഡ് കൊടുക്കുക? എവിടെ? ഇതെവിടെ മെഡലിന്റെ അടിയാണ്? എന്തോ മെഡൽ കിട്ടണില്ല. ബഹുമാനപ്പെട്ട നിസാറാണ് മെഡൽ കെട്ടുടങ്ങി എടുക്കണേ. നിസാർ കെട്ടുടങ്ങിയ മെഡലൊന്നും കിട്ടണില്ല. നിസാർ വളരെ മനോഹരമായിട്ടാണ് കെട്ട്. നിസാർ അരി വെക്കാൻ മാത്രമല്ല മെഡൽ എടുക്കാനും നിസാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അജ്മലിന്റെ അന്തർപാട് പൊളി. അജ്മൽ അന്തർപാട് പൊളി. ഇത് അജ്മലിന്റെ അന്തർപാട്, നമ്മളെ വിന്നേഴ്സ് ടീമിന്റെ സ്പോൺസർ അജ്മലിന്റെ അന്തർപാട് ടൂർണമെന്റിലെ ബെസ്റ്റ് ഡിഫൻഡർ. ഞാൻ എന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഞങ്ങള് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞങ്ങളെല്ലാരും അനുശോചനം ചോദിച്ചറിഞ്ഞു. ഞങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ല. ഓക്കെ, ഈ ഒരു ടൂർണമെന്റിൽ ആദ്യം പുറത്തുപോയ ടീം എന്ന നിലയ്ക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? എങ്ങനെയായാലും ഒരു സെമിയിലോ ഒരു ഫൈനലിലോ എത്താതെ അതിനുള്ള ഒരു യാദർശികമായിട്ടും ഞങ്ങൾ എന്തിനാ പോയത് വെച്ചാല് ടോസിനാണല്ലോ പോയത്. അതായത് ഞങ്ങൾ ഫൈനൽ ജയിച്ചു, അല്ല ഞങ്ങൾ കളി ജയിച്ചു നേരെ ടോസ് ആയി. കാരണം സമയത്തിന്റെ നിലപാട് മൂലം ഞാൻ പറഞ്ഞല്ലോ നിർഭാഗ്യവശാണ്. അതൊക്കെ ഓക്കെ, നിർഭാഗ്യവശാൽ തോറ്റുപോയി, അത്ര ഉള്ളൂ. പക്ഷെ അതല്ല, പക്ഷെ കഴിഞ്ഞ 5 റൗണ്ട് കളി വന്നിട്ട് അതിലൊരു സെമിയിലും കൂടി എത്താൻ പറ്റിയിട്ടില്ല നമ്മളെ ഈ വ്ളോഗർക്ക്. കഴിഞ്ഞ കൊല്ലം സൂപ്പർ കളി ഞാനാ കളിച്ചു. ഇന്ത്യ ടോപ്പ് സ്കോർ ഞാനായിരുന്നു. കപ്പ് ഇപ്പോൾ പെരേരിക്കുണ്ട്. നമ്മളെല്ലാം കപ്പടിച്ചത്. ഞങ്ങളന്ന് ടീമായിരുന്നു. ഓക്കെ, അതെന്താ
ഓക്കെ ആവേശം സത്യം പറഞ്ഞ ഇതിൽ ഏറ്റവും സൂപ്പറായിട്ട് ഞാനും വരട്ടെ ഏറ്റവും സൂപ്പറായിട്ട് അതെന്താ വെച്ചാല് അതെന്താ വെച്ചാല് മിക്കവരും നമ്മൾ ഈ കളി ഈ പിള്ളേര് ഞങ്ങൾ ശരിക്കും ഈ കളി സെറ്റ് ചെയ്ത് പറഞ്ഞ ഈ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങളൊക്കെ പ്രായ ആൾക്കാരല്ലേ, അപ്പോ ഈ പിള്ളേരെ കളി പറഞ്ഞാൽ ഇപ്രാവശ്യം ഈ കളി ഏറ്റവും എൻജോയ് ചെയ്ത് പറഞ്ഞ ഈ പിള്ളേരെ കാരണം ഓക്കെ ഞാൻ മാറിക്കാം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഈ കളി ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഈ പിള്ളേരെ കാരണം ഇത് ഇപ്പൊ ഷാക്കർ ക്യാമ്പ് എടുത്ത് തുടങ്ങുന്ന പിള്ളേരാണ്. അതെ എന്നെ എല്ലാം ഒഴിവാക്കിയ നായി പോലത്തെ ഓന്റെ ടീം തോൽക്കുന്ന ഫൈനൽ പറഞ്ഞ അതിന്റെ ദേശീയ എടുത്തോ. അതാ ഒക്കെ പോലെ കളിയില്ല കണ്ട ഓല് കുടുംബടക്കി വന്നാ ഷാക്കർ കളിപ്പിച്ച പിള്ളേരിനാണ് തോൽപ്പിച്ചത്. അത് ഏറ്റവും വലിയ ഹിറ്റ്. വീഡിയോ പോയിക്കോ. ആ ഷാക്കർ കളിപ്പിച്ച പിള്ളേരിനാണ് തോൽപ്പിച്ചത്. അതിൽ ഏറ്റവും വലിയ ഹിറ്റ് ഓന്റെ പിള്ളേർ. ഓ ആ കപ്പ് നോക്കിക്കോ. കപ്പ് ആ മണ്ണക്സായിക്കോ. കപ്പ് ചോറ് എടുക്ക. വാ ചോറ് 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 ഷിബിനെ ചോറ് വാ ചോറ് ചോറ്. ഞങ്ങളെല്ലാവരും ഫൈനലിൽ ആദ്യം തന്നെ തോറ്റിട്ട് ഞങ്ങൾ കാത്തിരുന്നത് ഈ ചോറിന് വേണ്ടിയിട്ടാണ്. ഓഫാക്കല്ലേ ക്യാമറമാൻ അർഷാദ് ബ്രോ കമോൺ. ചോറെവിടെ ചോറെവിടെ എന്താ വേണ്ട പിന്നെ മൈക്കുണ്ട്. അപ്പോ ആവശ്യപര മത്സരം കഴിഞ്ഞപ്പോൾ ഇനിയുള്ളത് ചോറ് കൊടുക്കലാണ്. അപ്പൊ ഗായ്സ് ഇനി ചോറ് കൊടുക്കലായി. ഏവരും കാത്തിരുന്ന ഫൈനൽ മത്സരത്തെക്കാളും കൂടുതൽ ഏറ്റവും കാത്തിരുന്നത് ചോറിനായിരുന്നു. അതാ ഇത് പൊതിച്ചോറാണ്. ഇത് ഓരോ മാനേജർമാരത്ര ചോറ് കൊടുക്കുക. നമ്മുടെ മാനേജറെ ആ എവിടെ ആയോ എവിടെ ചോറ് എവിടെ എവിടെ ആ ഓരോരോ മാനേജർ ഇർച്ചത് കൊടുക്കാം. തോറ്റുപോയെങ്കിലും മാജി ബഹുമാനപ്പെട്ട മാജി ഫുഡ് കഴിക്കുകയാണ്. അതെ ആകെ വന്നത് ഈ ചോറ് വേണ്ടിട്ടല്ലേ. നല്ല പീസൊക്കെ ഉള്ള അടിപൊളി ചോറാണ്. കേബിന്റെ ചോറാണ്. കെ ബി തന്നത് ബഹുമാനപ്പെട്ട കെ ബി. ചോറ് തന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട കെ ബി. ഓക്കെ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ടീമിന്റെ ചോറ് കൊടുക്കൽ ഞങ്ങൾ ഇപ്പുറത്ത് വെച്ചിട്ട് നടത്തുന്നത്. സെമീർ ഇവിടെ ഉണ്ട്. ഇതാ ഇക്കണോ ഇത് ക്യാമറമാൻ അർഷാദോടെ ഇവിടെ കൊണ്ടുണ്ട് ചാടും. ചോറല്ലേ പൊളി. ആ മതിൽ വരുന്ന പോലെ വെളിച്ചത്തില് ആ അതാണ് അത് മാനേജറിന് നല്ല മനസ്സിലായിട്ട് കാണാതെ പോയത്. ആണ്ട് പോവാ അവിടെ വിളിച്ചുണ്ട്. അല്ലടാ വേണ്ട ആ മതില്ലടാ അവിടെ അല്ല വെളിച്ചം. ആ ഇജ്ജ് വീണാ പോയി. ചോറുമായി ഷുവൈബാണ് വരുന്നത് മാനേജർ. ഒരു മാനേജർക്ക് ആണോ ഒരു മാനേജർക്ക് വേണ്ട എല്ലാ ഉത്തരവാദിത്വം നമ്മുടെ മാനേജർ ഏറ്റെടുക്കുന്നുണ്ട്. ഓക്കെ ഇതാ ബഹുമാനപ്പെട്ട ഇബു യാസിൻ ഭക്ഷണം കഴിക്കണേ. എങ്ങണ്ട് സൂപ്പർ പറയും. ചോറ് സംസാരിക്കാൻ പാടില്ല. ചാബിൻസ് പേര് പറഞ്ഞല്ലേ ചോറൊന്നും സംസാരിക്കാൻ ചോറ് തിന്നുമ്പോൾ സംസാരിക്കാൻ പാടുള്ളൂ പറഞ്ഞു. ഇതാ നമ്മുടെ ടീം പ്ലേയേഴ്സിനുള്ള ചോറ് വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ലാസ്റ്റ് എടുത്തോണ്ട് പിടിക്കും. ഓക്കെ എനിക്കുള്ള മാനേജർ യെസ് എന്റെ ക്യാമറമാൻ എനിക്കുള്ള ചോറിന് പോകുന്നുണ്ട്. ഓക്കെ ആ ബഹുമാനപ്പെട്ട മാജി അച്ചാറിന് ഇവിടെയും മാജി അച്ചാർ തല്ലുവിടണ്. എന്താണ് മാജി അച്ചാർ ഇട്ടില്ലേ? ഓക്കെ 2 വെള്ളം കുപ്പി അച്ചാറ്. ആരച്ചാറില്ല അറിഞ്ഞേ? അച്ചാറ് മാത്രം കജി പിടിച്ചിരിക്കണ്. അച്ചാറില്ല നമ്മുടെ ടീമിന് മാത്രം. നമ്മുടെ ടീമിലുള്ള അച്ചാർ എടാ മണ്ടന്മാരെ ചോറ് വേണം. ഓക്കെ യെസ് ഞങ്ങൾ ടീമേറ്റ്സ് ഫുഡ് റിനു മത്സരം എങ്ങനെയായിരുന്നു? സൂപ്പർ. റിനുവിന്റെ തന്ത്രങ്ങളിൽ ഞങ്ങൾ ടീം കളി ജയിച്ചു. മക്കളെ തേങ്ങ കിട്ടോ? തെങ്ങ് വന്ന്
ട്രോസിലാണ് പരിചയപ്പെട്ടില്ലേ ഇത് അത് നമ്മൾ നാട്ടിലെ കാണിച്ച ഷാലുവിന്റെ എന്താണ് ആരാണ് ഷാലുവിന്റെ അനിയനാണ് നമ്മളെ മുത്തുകാക്കാന്റെ മൂന്നാമത്തെ മകൻ അല്ലേ? യെസ്. ഇതെന്റെ മാനേജർ എന്റെ ചോറ് ഇവിടെ അല്ല ക്യാമറമാൻ എനിക്കിട്ടില്ല. ഓ എനിക്കുള്ള ചോറ് നിസാർ. യെസ്. ഇവരിപ്പോൾ ഫോട്ടോ എടുക്കാണ്. പക്ഷെ ഞങ്ങൾ ചോറ് കഴിക്കും ഇവർ ഫോട്ടോ എടുക്കണേ. ഇതാണ് ജയിച്ച ടീമിന്റെ പ്രശ്നം. ജയിച്ചാൽ ഫോട്ടോ എടുക്കേണ്ടി വരും, തോറ്റാ പിന്നെ പേടിക്കണ്ട. പീസ എനിക്കല്ല, എന്റെ ക്യാമറമാനാ വേറെ ചിക്കൻ പഠിച്ചു കേട്ടാ. ഇതിപ്പോ കല്ല പൂജ കൊണ്ട് തിന്നാന് അല്ലേ? സാർ ഹാപ്പി അല്ലേ? അപ്പൊ ഗായ്സ് ആവേശകരമായ ഫൈനൽ മത്സരമൊക്കെ കഴിഞ്ഞു. നമ്മൾ കുഴപ്പമില്ല, നല്ല രസമുള്ള കളിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് പറഞ്ഞാൽ ഞങ്ങൾ പഴയ കളിക്കാരാണ്, അതുകൊണ്ട് ഇപ്പൊ സ്റ്റാമിനക്ക് ചെറിയ പ്രശ്നം ഉണ്ടായില്ലേ? അതിന്റെ ചെറിയൊരു പ്രശ്നം. അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സെത്തുന്നുണ്ട്, പക്ഷെ അവിടെ ശരീരം എത്തുന്നില്ല. ആ ഒരു പ്രശ്നം മാത്രം. അതുകൊണ്ട് ഞങ്ങൾ തോറ്റി. മനസ്സോടെ ഓടാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഞാൻ കഴിയണില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക സിറ്റുവേഷൻ ആയിരുന്നു. എന്തായാലും പിള്ളേരൊന്നും ശരിയല്ല. നമ്മൾ പ്രായമുള്ള ആൾക്കാരല്ലേ, നമ്മൾ വരുമ്പോ ഒന്ന് മാറിക്കുക. അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. ഇവർക്ക് ഒരു കുരുത്തില്ലാത്ത പിള്ളേര്. അൽത്താഫേ, ഒരു കുരുത്തില്ലാത്ത പിള്ളേര്. നമ്മള് പ്രായ ആൾക്കാർ വരുമ്പോ ഇവരൊക്കെ മാറിക്കണ്ടേ? ഈ പിള്ളേര് ഇവര് നമ്മളെ കാലിൽ അടിച്ചാൻ വരിക. എന്താ ചെയ്യാ? നമുക്കും വയസ്സായി, ഫുട്ബോളിനും വയസ്സായി. എന്തായാലും കളി അടിപൊളിയായിരുന്നു. പിള്ളേര് കളിക്കുന്നുണ്ട്. നമ്മളെ കൊണ്ടൊന്ന് കൂട്ടിയാ കൂടും തോന്നുന്നില്ല. നമ്മളൊക്കെ നല്ല കളിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങളെ മനസ്സൊക്കെ പോകണ്ട്, പക്ഷെ ശരീരം കൊണ്ടൊന്നും വയ്യ. പക്ഷെ ഇവനെ വെള്ളം കിട്ടിയ എനിക്ക് നമ്മള് ചോറ്റുപൊതിക്ക് പൊതി കിട്ടിയ എനിക്ക് ചോറ് കിട്ടിയാ? ചോറ് കിട്ടീനാ? വെള്ളം കിട്ടിയ ആടെ അലിന്റെ അടുത്ത് അച്ചാറൊക്കെ ഉണ്ട്. അല്ല എനിക്ക് നമ്മള് ചോറുമ്പതി എവിടെയാ? ആരെടുത്ത്? ഞങ്ങളുടെ മാനേജർ സാദിഖ്. വെള്ളം കുടിക്കണം. ചോറുന്താണ്? ഞാൻ ചോറവിടെ ഉണ്ട്. നമ്മളെ പ്രവാസികൾക്ക് ഇത് കാണുമ്പോ രസമല്ലേ? ഞാൻ ഈ സാറോടെ കഴിക്കുന്നുണ്ട്. ചോറുണ്ട്. വെള്ളം കുപ്പിട്ടില്ല. വെള്ളം കുപ്പിണ്ടോ അലിയ? എനിക്കും ഈ സാറ് ചോറ് വെള്ളം കിട്ടിയില്ലടോ. വെള്ളം കുപ്പി തരുമോ? ഒന്ന് 2 പിടിച്ചൊക്കെ ഉണ്ടല്ലോ. അവിടെ പോയാൽ എല്ലാവർക്കും കൊടുക്കേണ്ടി വരും. അപ്പൊ ഓക്കെ ബൈ. എല്ലാവരും കാണിച്ചാൽ അവസാനമായിട്ട് മാജി കഴിഞ്ഞു. ഒരു വെള്ളം കുപ്പികൾ തരാൻ പറ്റില്ല. ഉള്ള ബന്ധം വേറെ, വെള്ളം വേറെ. ഓക്കെ ബൈ.